എല്ലാവർക്കും എജുലൈറ്റ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് ഇങ്ങനെ പഠിച്ചു വരുന്നത് അല്ലേ. അപ്പം നമ്മൾ പഠിച്ചതിൽ രണ്ട് ക്ലാസ്സിൽ നമ്മൾ വേർഡിൻ്റെയൊക്കെ എന്ത് ചെയ്തു, ഷോർട്ട് കട്ട് കീസൊക്കെ പഠിച്ചു. അപ്പം നമ്മൾ പ്രീവിയസ് ആയി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്തൊക്കെ ഷോർട്ട് കട്ട് കീസ് നമുക്ക് ഒരുപാടെണ്ണം വരുന്നതായി കണ്ടു. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്പ്രെഡ്ഷീറ്റിലുള്ള, അതായത് എക്സലിലുള്ള പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പഠിച്ചങ്ങ് തുടങ്ങിയാലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് സ്പ്രെഡ്ഷീറ്റിലെ ആദ്യത്തെ ഒരു ഷോർട്ട് കട്ട് കീ ആണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഷോർട്ട് കട്ട് കീ ആണ് കേട്ടോ. അപ്പോൾ ഈ വേർഡിത്തെ ഷോർട്ട് കട്ട് കീസും അതേപോലെ എക്സലിലെ ഷോർട്ട് കട്ട് കീസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണം എപ്പോഴും. അപ്പം നമ്മൾ ഫസ്റ്റ് എഴുതുന്നത് ഷിഫ്റ്റ് പ്ലസ് F11. ഏതാണ്? ഷിഫ്റ്റ് പ്ലസ് F11. ഷിഫ്റ്റ് പ്ലസ് F11 എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട് എ വർക്ക്ഷീറ്റ്. ഒരു പുതിയ വർക്ക്ഷീറ്റ്, ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. വർക്ക്ഷീറ്റിന് എഴുതുമ്പോൾ ഡൗട്ട് വേണ്ട. ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. ഓക്കെ. അപ്പം ഒരു പുതിയ വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സലിൽ നമുക്കൊരു പുതിയ വർക്ക്ഷീറ്റ് വേണമെന്ന് വിചാരിക്കുക. അപ്പോൾ പുതിയൊരു വർക്ക്ഷീറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് കീ ആണ് ഏത്? ഷിഫ്റ്റ് പ്ലസ് F11. ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് 0. കൺട്രോൾ പ്ലസ് 0 എന്തിനാ? ഹൈഡ് എ സെലക്റ്റഡ് കോളം. നമ്മൾ ഒരു കോളം നമുക്ക് എന്ത് ചെയ്യണം? ഹൈഡ് ചെയ്ത് വെക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ആ കോളം, വേണ്ട കോളം സെലക്ട് ചെയ്തിട്ട് ഹൈഡ് ചെയ്യാൻ ഉള്ള ഒരു ഷോർട്ട് കട്ട് കീ ആണ് ഏത്? കൺട്രോൾ പ്ലസ് O. ഹൈഡ് എ സെലക്റ്റഡ് കോളം. ഓക്കെ. അപ്പം ഒരു പുതിയ വർക്ക്ഷീറ്റ് നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് പ്ലസ് F11. ഇനി ഒരു സെലക്ട് ചെയ്ത ഒരു കോളം ഹൈഡ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പ്ലസ് O അല്ലെ കൺട്രോൾ പ്ലസ് 0. സോറി, കൺട്രോൾ പ്ലസ് 0 ആണ്. ഇനി അടുത്തത് നമ്മൾ പറയുന്നത് കൺട്രോൾ പ്ലസ് 1 ആണ്. കൺട്രോൾ പ്ലസ് 1. കൺട്രോൾ പ്ലസ് 1 എന്തിനാ? ഫോർമാറ്റ് സെൽസ്. ഫോർമാറ്റ് സെൽസിന് വേണ്ടിയിട്ടാണ് എന്ത്? കൺട്രോൾ പ്ലസ് 1. ഓക്കെ. കൺട്രോൾ പ്ലസ് 1 എന്തിനാണ്? ഫോർമാറ്റ് സെല്ലുകൾ. അപ്പൊ നമ്മളിപ്പോ 3 എണ്ണം പഠിച്ചു. ഒന്ന് ഷിഫ്റ്റ് പ്ലസ് F11, ഇൻസേർട്ട് എ ന്യൂ വർക്ക്ഷീറ്റ്. അതേപോലെ കൺട്രോൾ പ്ലസ് കൺട്രോൾ പ്ലസ് 0, ഹൈഡ് സെലക്റ്റഡ് കോളം. കൺട്രോൾ പ്ലസ് 1, ഫോർമാറ്റ് സെൽസ് അല്ലേ. ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് 2. ഏതാണ്? കൺട്രോൾ പ്ലസ് 2. കൺട്രോൾ പ്ലസ് 2 എന്തിനാ? കൺട്രോൾ പ്ലസ് 2 എന്തിനാന്ന് വെച്ചാൽ ബോൾഡ് സെൽസ്, നമ്മൾ വേണ്ട സെല്ലുകൾ നമുക്ക് ബോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട, അതായത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളാണ്. നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള സെല്ലുകൾ ബോൾഡ് വേണമെങ്കിൽ ബോൾഡ് എന്ന് കൊടുത്താൽ പോരെ. അതായത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകൾ ബോൾഡ് ആക്കാൻ എന്താണ്? കൺട്രോൾ പ്ലസ് 2. ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് 3. അപ്പം ബോൾഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇറ്റാലിക്സ് ആക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മൾ അറിയണ്ടേ. അപ്പം ഇറ്റാലിക്സ് ആക്കാൻ, അതായത് നമ്മൾ സെലക്ട് ചെയ്തത് ഇറ്റാലിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ പ്ലസ് 3. ബോൾഡ് ആക്കാൻ കൺട്രോൾ പ്ലസ് 2. ഇതിനൊക്കെ ആദ്യം ഒന്ന് സെലക്ട് ചെയ്യണേ. അണ്ടർസ്റ്റുഡ് ആണല്ലോ അല്ലേ. ഇനി അടുത്തത് കൺട്രോൾ പ്ലസ് 4. കൺട്രോൾ പ്ലസ് 4. കൺട്രോൾ പ്ലസ് 4 എന്തിനാ? അണ്ടർലൈൻ. നിങ്ങൾ സ്പ്രെഡ്ഷീറ്റിലുള്ള ഈ ഇറ്റാലിക്സിലുള്ളതും
അതേപോലെ ബോൾഡിനും അണ്ടർലൈനും ഒക്കെ ഉള്ള ഷോർട്ട് കട്ട് കീസ് പഠിക്കുമ്പം അതിന്റെ കൂടെ തന്നെ വേർഡിൽ നിങ്ങൾ ഇവയ്ക്കൊക്കെ പഠിച്ച ഷോർട്ട് കട്ട് കീ കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഓർത്തു പോണേ. അപ്പം Ctrl+4 എന്താ അണ്ടർലൈൻ, Ctrl+3 ഇറ്റാലിക്സ്, Ctrl+2 ബോൾഡ്, Ctrl+1 എന്തായിരുന്നു ഫോർമാറ്റ് സെൽസ് അല്ലേ. ഇനി അടുത്തത് Ctrl+5 ഏതാണ് Ctrl+5. Ctrl+5 എന്തിനാ സ്ട്രൈക്ക് ത്രൂ. Ctrl+5 സ്ട്രൈക്ക് ത്രൂ. Ctrl+5 സ്ട്രൈക്ക് ത്രൂ. അപ്പൊ നമ്മൾ ഈ സെറ്റ് നോക്കിയേ, ഒക്കെ സെലക്ട് ചെയ്യണം കേട്ടോ സെല്ലുകള്. Ctrl+2 ബോൾഡ് ആക്കാൻ, Ctrl+3 ഇറ്റാലിക്സ് ആക്കാൻ, Ctrl+4 അണ്ടർലൈന്, Ctrl+5 സ്ട്രൈക്ക് ത്രൂ. ഇത് ക്ലിയർ അല്ലേ? നമുക്ക് കുറച്ചും കൂടെ പഠിക്കാം. വേർഡെടുത്തതും സ്പ്രെഡ്ഷീറ്റ് ഉള്ളതും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. അതാണ് ഇതിലുള്ളത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ വേർഡിലുള്ളത് പഠിച്ചത് ഇതിന്റെ കൂടെ ഒന്ന് ഓർത്ത് നോക്കണേന്ന് ഞാൻ പറഞ്ഞത്. ഇനി നമ്മൾ സ്ട്രൈക്ക് ത്രൂ അതായത് Ctrl+5 വരെയാണ് പറഞ്ഞത്. ഇനി അടുത്തത് കുറച്ച് നമ്മളെ ഫങ്ഷണൽ കീസ് കൂടെ ഉൾപ്പെടുന്നതാണ്. അടുത്ത് നമ്മൾ പറയാൻ പോണത് ഫങ്ഷണൽ കീസ് ഇല്ലേ, അതുകൂടി ഉൾപ്പെടുന്ന ഷോർട്ട് കട്ട് കീസ് വരുന്നതാണ്. ഇതിൽ ആദ്യത്തെ Ctrl+F12. Ctrl+F12 എന്താ ഓപ്പൺ. Ctrl+F12 എന്താണ് ഓപ്പൺ ചെയ്യാൻ. ഓക്കെ. ഇനി അടുത്തത് Ctrl+F12 ഓപ്പൺ ചെയ്യാനാണ്. എന്നാൽ Ctrl+F2 എന്തിനാണ് പ്രിന്റ് പ്രിവ്യൂ. എന്താണ് പ്രിന്റ് പ്രിവ്യൂ. ഓക്കെ. Ctrl+F12 ഓപ്പൺ ചെയ്യാൻ, അതേപോലെ Ctrl+F2 എന്തിനാ പ്രിന്റ് പ്രിവ്യൂ ആണ്. ഇനി വെറും F2 വെറും F2 എഡിറ്റ് ഓൺ സെൽ, എഡിറ്റ് ചെയ്യാൻ. അതായത് നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സെല്ലില്ലേ, അതായത് അതിന് നമ്മൾ ആക്റ്റീവ് സെൽ എന്നല്ലേ പറയാം, അതിലെന്തെങ്കിലും എഡിറ്റ് ചെയ്യാനാണ് F2. അപ്പം എഡിറ്റ് ആക്റ്റീവ് സെൽ. F2 എന്താണ് എഡിറ്റ് ആക്റ്റീവ് സെൽ. Ctrl+F2 ആകുമ്പോൾ അത് പ്രിന്റ് പ്രിവ്യൂ, Ctrl+F12 ഓപ്പൺ ആണല്ലോ. ഇനി വെറും F12 അല്ല F12 ലാസ്റ്റ് പറയാം. അപ്പം ഈ മൂന്ന് സെറ്റ് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത സെറ്റ് പഠിക്കാം. അപ്പൊ നമ്മള് Ctrl+ ഇപ്പം പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു F2 അല്ലെ. F2 എന്ന് പറഞ്ഞാൽ എന്താ എഡിറ്റ് ആക്റ്റീവ് സെൽ. ഇനി നമ്മൾ അടുത്ത ഫംഗ്ഷൻ കീ പറയുന്നത് F4 ആണ്. ഏതാണ് F4. F4 എന്താണ് റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ. F4 എന്താണ് റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ. റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷന് വേണ്ടിയിട്ടാണ് എന്ത് F4 അല്ലെങ്കിൽ റീഡു എന്നുള്ള ഓപ്ഷൻ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ അതെന്താണ് F4. ഇനി F5 എന്തിനാ അടുത്ത ഫങ്ഷണൽ കീ നമ്മൾ പറയുന്നത് F8 ആണ്. അടുത്ത ഫങ്ഷണൽ കീ നമ്മൾ പറയുന്നത് F8 ആണ്. F8 എന്തിനാണ് എക്സ്റ്റെൻഡഡ് സെലക്ഷൻ മോഡ്. എന്തിനാണ് എക്സ്റ്റെൻഡഡ് സെലക്ഷൻ മോഡ്. എക്സ്റ്റെൻഡഡ് സെലക്ഷൻ മോഡിന് വേണ്ടിയിട്ടുള്ള ഏത് ഷോർട്ട് കട്ട് കീ ആണ് F8. then F11 അല്ലെ. F11 എന്താണ് F11 എന്ന് പറഞ്ഞാല് നമ്മൾ സെലക്ട് ചെയ്തൊരു ഡാറ്റ, ആ സെലക്ട് ചെയ്ത ഡാറ്റയില് നമുക്കൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ. ക്രിയേറ്റ് എ ചാർട്ട് ഫോർ സെലക്ടഡ്
ഡാറ്റ. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ഒരു ഡാറ്റ, ആ സെലക്ട് ചെയ്ത ഡാറ്റയിൽ നിന്ന് നമുക്കൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് F11. അപ്പം ക്രിയേറ്റ് ചാർട്ട് ഫ്രം ഇവിടെ നിന്ന് സെലക്റ്റഡ് ഡാറ്റ. ഓക്കെ, അപ്പം നമ്മൾ F11 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ അല്ലെങ്കിൽ ആ ഫങ്ഷണൽ കീ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു സെലക്ട് ചെയ്ത ഒരു ഡാറ്റയിൽ നിന്ന് നമുക്കൊരു ചാർട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് F11 നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ F4 എന്തിനാണ്? F4 റിപ്പീറ്റ് ലാസ്റ്റ് ആക്ഷൻ, F8 എക്സ്റ്റെൻഡഡ് സെലക്ഷൻ മോഡ്, F11 ക്രിയേറ്റ് ചാർട്ട് ഫ്രം സെലക്റ്റഡ് ഡാറ്റ. ഇനി നമുക്ക് ഒരു 3 ഷോർട്ട് കട്ട് കീസും കൂടെ പഠിക്കാം. അടുത്ത നമ്മൾ പറയുന്നത് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ. അടുത്ത നമ്മൾ പറയുന്നത് ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ. ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ എന്തിനാ യൂസ് ചെയ്യുന്നത്? സെലക്ട് എൻറ്റയർ റോ, നമുക്ക് ഫുൾ അതിലുള്ള റോസ് മുഴുവൻ നമുക്ക് സെലക്ട് ചെയ്യണം. അതിനാണ് സെലക്ട് എൻറ്റയർ റോ. സെലക്ട് എൻറ്റയർ റോ, അതായത് ആ റോസ് മുഴുവൻ നമുക്ക് സെലക്ട് ചെയ്യാനാണ് എന്ത്? ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ. ഇനി ഈ ഷിഫ്റ്റിന്റെ മാറ്റി അവിടെ കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആണെങ്കിൽ, കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആണെങ്കിൽ എന്താവും? സെലക്ട് എൻറ്റയർ കോളം വരും. സെലക്ട് എൻറ്റയർ കോളത്തിനാണെങ്കിൽ എന്ത് വരും? കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ വരും. സെലക്ട് എൻറ്റയർ റോസ് ആണെങ്കിൽ എന്ത് വരും? ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ വരും. ഇനി അടുത്തത് ഷിഫ്റ്റ് പ്ലസ് F12. ഷിഫ്റ്റ് പ്ലസ് F12 സേവ് എ ഫയൽ. ഷിഫ്റ്റ് പ്ലസ് F12 എന്തിനാണ്? സേവ് എ ഫയൽ, ഒരു ഫയൽ സേവ് ചെയ്യാനാണ് ഷിഫ്റ്റ് പ്ലസ് F12. ഇനി F12 മാത്രമായി ചോദിച്ചാലും സേവ് എ ഫയൽ തന്നെയാണ് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞത് എന്താ? ഷിഫ്റ്റ് പ്ലസ് സ്പേസ് ബാർ എന്തിനാണ്? സെലക്ട് എൻറ്റയർ റോസ്. കൺട്രോൾ പ്ലസ് സ്പേസ് ബാർ ആയാലോ സെലക്ട് എൻറ്റയർ കോളംസ്. ഇനി ഷിഫ്റ്റ് പ്ലസ് F12 എന്നാണെങ്കിലോ സേവ് എ ഫയൽ, അല്ലെങ്കിൽ വെറും F12 ആണെങ്കിലും എന്താ? സേവ് എ ഫയൽ, ഒരു ഫയൽ സേവ് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ സ്പ്രെഡ്ഷീറ്റിലുള്ള നമ്മൾ സ്പ്രെഡ്ഷീറ്റിലുള്ള ഷോർട്ട് കട്ട് കീസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അതായത് ഒരു സ്പ്രെഡ്ഷീറ്റിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് നമ്മൾ എൻ്റർ ചെയ്യുന്നത് തൊട്ടിട്ട് ആ ഫയൽ സേവ് ചെയ്യുന്നത് വരെയുള്ള കുറെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഷോർട്ട് കട്ട് കീസ് ആണ് നമ്മളിവിടെ പറഞ്ഞത്. സ്പ്രെഡ്ഷീറ്റിൽ ഇനിയും ഷോർട്ട് കട്ട് കീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഷോർട്ട് കട്ട് കീസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ നിങ്ങൾ കമ്പയർ എന്നോണം എന്ത് ചെയ്യണം? സ്പ്രെഡ്ഷീറ്റിൽ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് കീസ് കൂടി പഠിക്കണം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതാവും. ഓക്കെ, അപ്പം ഇനി നമുക്ക് കുറച്ച് ഭാഗം കൂടെ ഷോർട്ട് കട്ട് കീസ് സ്പ്രെഡ്ഷീറ്റിലുള്ള കുറച്ച് ഗുണം കൂടെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു.